നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഡർഡിൽ ഡോറിലേക്കാണ്. വളരെ സ്വാഭാവികമായി ഉണ്ടായ ഒരു കടൽ വാതിൽ കാണാനാണ് നമ്മൾ പോകുന്നത്. ഇന്ന് വളരെ നല്ല തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഡർഡിൽ ഡോറിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപിൽ പോകുന്ന വാഹനങ്ങളൊക്കെ പതുക്കെ ഇഴഞ്ഞാണ് പോകുന്നത്. അപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എന്തായാലും കാര്യമായ തിരക്കുണ്ടാവും ഇന്ന്. രാത്രി 9 മണിക്ക് ഇവിടെ അടയ്ക്കും എന്നൊക്കെ ഇവിടെ സൈഡിൽ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇതാ ഗ്രൗണ്ട് നിറച്ച് വണ്ടികളാണ്. കാറുകളും ക്യാമ്പർ വാഹനങ്ങളും ഒക്കെ അങ്ങ് നിറഞ്ഞു കിടക്കുകയാണ്. നമുക്കും എവിടെയെങ്കിലും വണ്ടി ഇടാനൊരു സ്ഥലം കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് താഴേക്ക് നടക്കണം, ബീച്ചും കടൽ വാതിലും ഒക്കെ കാണുവാനായിട്ട്. ജുറാസിക് കോസ്റ്റ് എന്നാണ് ഈ ഒരു തീരപ്രദേശം അറിയപ്പെടുന്നത്. ഈ തീരപ്രദേശം ജുറാസിക് കാലഘട്ടം മുതൽ രൂപം കൊണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോസിലുകൾ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്ന കടൽ വാതിലിൻ്റെ മുകൾ ഭാഗമാണ് മുൻപിൽ കാണുന്ന ആ 2 മലകൾക്ക് ഇടയിലായി കാണുന്നത്. അതുപോലെ തന്നെ താഴെ നല്ല മനോഹരമായ ബീച്ചുണ്ട്. ബീച്ചിലേക്ക് ഇറക്കാനുള്ള സ്റ്റെപ്പുകളൊക്കെ സൈഡിൽ കാണാം. ഈ കാണുന്ന വഴിയിൽ കൂടി ആ ഒരു ക്ലിഫിൻ്റെ അങ്ങേ അറ്റം വരെ നടന്ന ശേഷം കുത്തനെ താഴേക്ക് ഇറങ്ങി വേണം നമ്മൾ ആ സീ ആർച്ചിൻ്റെ അടുത്തെത്താനായിട്ട്. നമ്മളൽപ്പം മുൻപോട്ട് നടന്ന ശേഷം ആ ക്ലിഫിൻ്റെ എഡ്ജിലെത്തി താഴേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. മനോഹരമായ കടൽ വാതിൽ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബീച്ച്. നമ്മൾ മുൻപ് കണ്ട ബീച്ച് ഈ ഒരു കടൽ വാതിലിൻ്റെ അപ്പുറത്തെ വശത്തുള്ള ബീച്ചാണ്. ഇത് കുറച്ചുകൂടെ നീളമുള്ള അല്പം വിശാലമായ ഒരു ബീച്ചാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്കിനി താഴേക്ക് ഇറങ്ങണം. ആ ബീച്ചിലേക്ക് കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. സ്റ്റെപ്പുകളുണ്ട്. ചെറിയ വഴിയാണ്. താഴെ നിന്ന് ആളുകൾ കയറി വരുന്നതും ഇതേ വഴി തന്നെയാണ്. നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന വഴി സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഈ ക്ലിഫിൻ്റെ പല ഭാഗങ്ങളും ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇരിക്കുകയാണ്. പക്ഷേ ആളുകൾ കയറി അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേലിയൊക്കെ കെട്ടി ഇവിടം തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ആധുനിക രീതിയിലുള്ള യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ ഭംഗി ഇവർ നശിപ്പിച്ചിട്ടില്ല. വേലികളും സൂചനാ ബോർഡുകളും ഒക്കെ ആണെങ്കിൽ തന്നെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം താഴെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്, കുത്തനെയുള്ള ഇറക്കം. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല തിരക്കാണ്. ഈ ബീച്ചിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീല നിറത്തിൽ തെളിഞ്ഞ ജലമാണ്. കാര്യമായ തിരകളൊന്നുമില്ല. അതുപോലെ ഇവിടെ ഉരുളൻ കല്ലുകളാണ് ഈ ബീച്ചിലുള്ളത്. അതുകൊണ്ട് തന്നെ കാലിൽ കാര്യമായ ചെളിയോ പൊടിയോ ഒന്നും പറ്റും എന്ന് പേടിക്കേണ്ട. സുഖമായി ബീച്ചിൽ കൂടെ നടക്കാം, വെള്ളത്തിലിറങ്ങാം. വളരെ വൃത്തിയുള്ള ശാന്തമായ ഒരു ബീച്ച്. ഇനി നമുക്ക് ഡർഡിൽ ഡോർ എന്ന ഈ കടൽ വാതിൽ എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്ന് നോക്കാം. ശക്തമായ കാറ്റും തിരമാലകളും മൂലം ഇവിടുത്തെ ഈ ലൈം സ്റ്റോണിന് ഇറോഷൻ അഥവാ ക്ഷയം സംഭവിക്കുകയും കാലക്രമേണ അതൊരു ഗുഹയായി മാറുകയും ചെയ്തു. പിന്നീട് ഈ ഒരു ക്ഷയം തുടർന്നുകൊണ്ടിരുന്നു. കാലക്രമേണ ഈ ഗുഹയുടെ വലിപ്പം കൂടി ഇതൊരു വലിയ ഗുഹയായി മാറുകയാണ് ചെയ്തത്. ഈ ഗുഹയ്ക്ക് വീണ്ടും ക്ഷയം സംഭവിച്ച് ഈ കടൽ വാതിലിൻ്റെ ഒരു രൂപമായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഡർഡിൽ ഡോർ ഇവിടെ ഉണ്ടായത്. ഈ ഇറോഷൻ ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നല്ല. ഇത് ഒരു കാലത്ത് തകർന്നു പോകും. പൈറേറ്റ്സ് ഓഫ് കരീബിയൻ, ഓൺ സ്ട്രേഞ്ചർ ടൈൽസ് തുടങ്ങി നിരവധി സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ഇനി മുകളിലേക്ക് തിരിച്ചു കയറുകയാണ്. സമയം ഏകദേശം 4 മണിയായി. എങ്കിലും തിരക്കിന് ഒരു കുറവുമില്ല. ഇപ്പോഴും നിരവധി ആളുകൾ ബീച്ചിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലെത്തി. സമയം ഏതാണ്ട് 4:30 ആയിട്ടുള്ളൂ. ഇവിടുന്ന് ഏതാണ്ട് അരമണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് വേമൗത്ത് ബീച്ചിലെത്താം. അങ്ങനെ വേമൗത്ത് ബീച്ചിലെത്തി. സമയം ഏതാണ്ട് 7 മണിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ തിരക്കൊന്നുമില്ലാത്തത് എന്ന് തോന്നുന്നു. ഇവിടുത്തെ ക്ലോക്ക് ടവറാണ് ഈ കാണുന്നത്. ഡർഡിൽ ഡോറിൽ നമ്മൾ ഇറങ്ങിയ ബീച്ച് പോലെയല്ല ഇത്. അത് പെബിൾ ബീച്ചായിരുന്നു. ഇവിടെ മണലാണ്. ഇവിടെ പക്ഷേ കുറേ റൈഡുകളൊക്കെ ഉണ്ട്.
ബീച്ചിൻ്റെ വിശദമായ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. നന്ദി.